അവളെ കുറ്റം പറയുന്നത് ഇതോടെ നിർത്തിക്കോണം. മിഥുൻ, എന്താ ഞാൻ ഈ കാണുന്നേ? പറയൂ മിഥുൻ, എന്തായി കാണുന്നേന്ന്? നിന്നെ മാത്രം സ്നേഹിച്ച് നീ മാത്രമാണ് ലോകമെന്ന് കരുതി നിനക്ക് വേണ്ടി മാത്രം ഇത്രയും കാലമായിട്ട് കാത്തിരിക്കുന്ന എന്നോട് എന്തിനെങ്ങനെ ഒരു ചതി കാണിച്ചു? നിന്നെ കണ്ണടച്ച് വിശ്വസിച്ചവളല്ലേ ഞാൻ. ആ വിശ്വാസമല്ലേ നീ തകർത്തത്? എന്റെ മഞ്ജരി എവിടെയാ എങ്ങനെയാ പാളിപ്പോയെന്ന് എനിക്ക് ഒരു പിടിയും കിട്ടുന്നില്ല. ഇനി ഇത് പ്രത്യേകം മനസ്സിലാക്കാൻ എന്തിരിക്കുന്നു മിഥുൻ? നിന്റെ വീരകൃത്യങ്ങളുടെ കഥയല്ലേ മേഘന ഇവിടെ നിന്ന് പ്രസംഗിച്ചത്? അതെല്ലാം ശരിവെക്കുന്ന വിധത്തിലല്ലേ വന്ന ഡോക്ടർ അവളുടെ ഗർഭം സ്ഥിരീകരിച്ചത്? ഇനി നിനക്കെന്ത് പുതിയ കഥയാ പറയാനുള്ളേ? ഒരു കാര്യം പറയാം, മേഘന പറയുന്നത് സത്യമാണെങ്കിൽ അന്ന് ആ സമയത്ത് ഞാൻ എന്താ ചെയ്യുന്നതെന്ന് പോലുള്ള തിരിച്ചറിവ് എനിക്കില്ലായിരുന്നു. എന്റെ അവസ്ഥയൊന്നും മനസ്സിലാക്കാൻ ശ്രമിക്കേ. നല്ലോണം മനസ്സിലാവുന്നുണ്ട് മിഥുൻ. ഇപ്പോഴാണ് എനിക്ക് ശരിക്കും മനസ്സിലാവുന്നത്. ഇത്രയും കാലവും നിന്നെ അന്ധമായി സ്നേഹിച്ചത് എത്ര വലിയ തെറ്റാണെന്നുള്ളത് ഇപ്പോഴാ എനിക്ക് മനസ്സിലാവുന്നത്. നിനക്ക് വേണ്ടി മറ്റൊരു സ്ത്രീയും ചെയ്യാത്ത ത്യാഗം ചെയ്ത് എത്ര വലിയ വിഡ്ഢിത്തോ ഞാൻ കാണിച്ചതെന്ന് ഇപ്പൊ നല്ലോണം മനസ്സിലാവുന്നുണ്ട് മിഥുൻ. മിഥുൻ, അപ്പൊ നമ്മുടെ സ്നേഹമൊക്കെ വെറും പൊള്ളയായിരുന്നു. എന്നെ കല്യാണം കഴിച്ചോളാന്ന് നീ തന്ന വാക്കിന് ഇത്രേ വിലയുണ്ടായിരുന്നുള്ളൂ. ഇത്രയും നാള് നിന്റെ തിരിച്ചു വരാനായി കാത്തിരുന്ന എന്റെ ആ പ്രതീക്ഷയ്ക്ക് യാതൊരു അർത്ഥവും ഇല്ലേ? എന്റെ മഞ്ജരി, നീ എന്നെ ഒന്നും മനസ്സിലാക്ക്. ഞാൻ എന്തൊരു മരമണ്ടിയാണ് നോക്കണേ. നിന്നെ ജാതക ദോഷത്തിൽ നിന്ന് രക്ഷിക്കാൻ വേണ്ടി വേറൊരു പെണ്ണിനെ കൊണ്ടുവന്ന് നിന്നെ കെട്ടിക്കാൻ ശ്രമിച്ചപ്പോ ജീവൻ രക്ഷിക്കാനല്ലേന്ന് ഞാനതങ്ങ് വിശ്വസിച്ചു. ആ പെണ്ണ് ഒന്നിച്ച് നീ ഒരു മുറി കിടന്നുറങ്ങിയപ്പോ ഒന്നും ഉണ്ടാവില്ലെന്ന് ഞാൻ തന്നെ വിശ്വസിച്ചു. ഓരോ ദിവസവും നീ അവളോട് കൂടുതൽ അടുത്ത് പെരുമാറിയപ്പോഴും പക്വതയോടെ ചിന്തിക്കണോന്ന് ഞാൻ എന്നെ തന്നെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കായിരുന്നു. ഇന്ന് നീ എന്റെ വിശ്വാസം തകർത്തുകൊണ്ട് അവളെ ഒരു അമ്മയാക്കിയിരിക്കുകയാണ് മിഥുൻ. അവളുടെ ഗർഭത്തിൽ ഇന്നൊരു കുഞ്ഞ് വളരാൻ നീ എന്നൊരു കാരണമായി മാറിയിരിക്കുക. ഇത് മാത്രം എനിക്ക് ഒട്ടും സഹിക്കാൻ പറ്റുന്നില്ല മിഥുൻ. എന്തിനു വേണ്ടിയാ എന്നെ ഇങ്ങനെ ചതിച്ചു തൊലിച്ചത്? പറയും മിഥുൻ, എന്തിന് എന്റെ മൂക്കിന്റെ താഴെ ഇങ്ങനെ ഒരു കളി കളിച്ചു? മഞ്ജരി, ഒരു ബോധമില്ലാതിരുന്നൊരു സമയത്ത് സംഭവിച്ചൊരു കാര്യമാണത്. അപ്പൊ പിന്നെ ഞാൻ അതിന് എന്ത് ഉത്തരവാ നൽകേണ്ടത് നിനക്ക്? പറയണല്ലോ മിഥുൻ, അവളുടെ ചോദ്യത്തിനുള്ള ഉത്തരം പറയാനുള്ള കടമ നിനക്ക് മാത്രമേ ഉള്ളൂ. ചെറിയമ്മ എന്താ ഇങ്ങനെ? ദയവ് ചെയ്ത് ചോദ്യങ്ങൾ ചോദിച്ചെന്നെ ഉത്തരം മുട്ടിക്കല്ലേ. നിങ്ങളുടെയൊക്കെ ചോദ്യങ്ങൾക്ക് മുന്നിൽ എനിക്കിപ്പോ തലകുനിച്ച് നിൽക്കേണ്ട ഒരു അവസ്ഥയാ. അരുണിമൻ ഇത് വല്ലതും കേട്ടോ? അവൻ പറയുന്നത് കേട്ടോ? ചോദ്യങ്ങൾ ചോദിച്ച് ബുദ്ധിമുട്ടിക്കരുതെന്ന് എന്നെ വോൺ ചെയ്യാൻ അവൻ നോക്കുന്നത്. പക്ഷെ തെറ്റേതെന്ന് സമ്മതിക്കാനുള്ള മനസ്സ് പോലും അവനില്ല. മഞ്ജരി, സ്റ്റോപ്പ് ഇറ്റ്. മഞ്ജരി, നിന്നെ ചതിക്കണമെന്നോ ഉപേക്ഷിക്കണമെന്നോ അതുപോലെ മേഘനയ്ക്കൊപ്പം കുട്ടികളെ ഉണ്ടാക്കണമെന്നൊന്നും ഞാൻ മനഃപൂർവ്വം ആഗ്രഹിക്കാത്തൊരു കാര്യമാണ്. എന്റെ മനസ്സിൽ പോലും ഇപ്പൊ 100 ചോദ്യങ്ങളാണ് ഉള്ളത്. പക്ഷെ ഒന്നിനു പോലുള്ള ഉത്തരം എന്റെ കയ്യിലില്ലതാണ്. തൽക്കാലം എല്ലാരും എന്നെ ഒന്ന് വെറുതെ വിട്.
മഞ്ജരി അത് കേട്ടോ ആന്റി? എന്റെ ചോദ്യങ്ങൾക്ക് മുമ്പിൽ അവൻ ഉത്തരവില്ലെന്ന് പറഞ്ഞത് അവൻ എന്നെ ചതിച്ചു എന്ന് ഉറപ്പുള്ളതുകൊണ്ടല്ലേ? മഞ്ജരി കൂൾ ഡൗൺ. എന്താ സംഭവിച്ചെന്ന് അവനൊരു ഊഹമില്ലെന്നല്ല പറഞ്ഞത്. അവനൊന്ന് ചിന്തിക്കട്ടെ. അതിനുള്ള സമയം അവന് കൊടുക്കണം. കം, നടക്ക്. മോളെ മേഘനെ, ഇങ്ങനെയുള്ള സമയത്ത് നീ ടെൻഷൻ ഉണ്ടാക്കുന്ന കാര്യങ്ങളൊന്നും ആലോചിച്ച് കൂട്ടണ്ട. മനസ്സമാധാനമായിട്ട് ചെന്ന് കിടക്കാൻ നോക്ക്. ചാരു, നിന്റെ ചേച്ചിയെ വിളിച്ചോണ്ട് പോ. ഹലോ. ഹലോ ഡോക്ടർ, ആര് സംസാരിക്കുന്നത്? ഞാൻ അരുണിമയുടെ മരുമോള് മേഘനയാണ് സംസാരിക്കുന്നത്. ഓ, പറയൂ മേഘനെ. എന്തിനവരെന്നെ പെട്ടെന്ന് വിളിപ്പിച്ച്? കാര്യമുണ്ട് മാഡം. എനിക്ക് പ്രഗ്നൻസി ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയാ മാഡത്തിനെ പെട്ടെന്ന് ഇങ്ങോട്ട് വിളിപ്പിക്കുന്നത്. നല്ല കാര്യമല്ലേ, ഞാൻ ഇപ്പൊ തന്നെ വരാം. ഡോക്ടർ എന്നെ ഒന്ന് സഹായിക്കേണ്ടി വരും. എന്താ മേഘനെ? സത്യത്തില് ഞാനിപ്പോ പ്രഗ്നന്റ് ഒന്നുമല്ല, പക്ഷെ പ്രഗ്നന്റ് ആണെന്നുള്ള നുണ പറയണം. എന്തീ പറയുന്നേ? അതത്ര എളുപ്പമുള്ള കാര്യമാണെന്നാണ് കരുതിയിരിക്കുന്നത്? ഒരു ഡോക്ടർ എന്ന നിലയിൽ അതെനിക്ക് ബുദ്ധിമുട്ടുള്ള കാര്യം. എന്റെ ജോലിയെ ചതിക്കാൻ എന്നെ കൊണ്ടാവില്ല. അത് മാത്രമല്ല, ഞാൻ ആ കുടുംബത്തിലെ ഫാമിലി ഡോക്ടറും കൂടിയാ. ഞാൻ നുണ പറയാണെന്ന് അറിഞ്ഞാ പിന്നെ എപ്പോഴെങ്കിലും ഞാൻ പറയുന്നത് അവര് വിശ്വസിക്കോ? ഡോക്ടർ പറയുന്നത് ശരിയൊക്കെ തന്നെയാ, പക്ഷെ ഡോക്ടർ എനിക്ക് പറയാനുള്ളതും കൂടി കേൾക്കണം. എനിക്ക് മിഥുനേട്ടന്റെ കൂടെ അദ്ദേഹത്തിന്റെ ഭാര്യയായിട്ട് ഈ വീട്ടിൽ തുടർന്ന് പോണെങ്കിൽ ഇതല്ലാതെ മറ്റൊരു മാർഗവും ഞാൻ കാണുന്നില്ല. മിഥുനേട്ടനോടൊപ്പം ജീവിക്കാനുള്ള കൊതി കൊണ്ട് കോടതി വിവാഹമോചനത്തിന് വിളിച്ചപ്പോ ഞാൻ ഗർഭിണിയാണെന്ന് തന്നെയാണ് അവിടെയും നുണ പറഞ്ഞത്. തൽക്കാലം മിഥുനേട്ടനെ വിട്ട് ഞാൻ അകന്നു പോയ മിഥുനേട്ടന്റെ ജാതകത്തിലെ ദോഷങ്ങൾ അദ്ദേഹത്തിന്റെ ജീവന് വരെ അപകടങ്ങൾ സൃഷ്ടിച്ചു എന്നിരിക്കും. മിഥുനേട്ടന്റെ ജീവൻ രക്ഷപ്പെടുത്തണമെങ്കിൽ ഞാൻ എപ്പോഴും അരികിൽ തന്നെ ഉണ്ടാവണം. എനിക്കതിന് സാധിക്കണമെങ്കിൽ ഞങ്ങൾക്കിപ്പോ വിവാഹമോചനം നടക്കരുത്. ഏട്ടന്റെ ജീവൻ രക്ഷിക്കാൻ വേണ്ടി ഞാൻ ഇത്രയും വലിയൊരു നുണ പറഞ്ഞത്. ഒരിക്കലും ഇത് എന്റെ സ്വാർത്ഥതയ്ക്ക് വേണ്ടി പറഞ്ഞതല്ല. മിഥുനേട്ടന് അപകടങ്ങൾ ഉണ്ടാവാതിരിക്കാനും നന്ദൻ കുടുംബത്തിന്റെ ക്ഷേമത്തിനും വേണ്ടിയാ. അത് ദയവ് ഇത് മേഡം ഒന്ന് മനസ്സിലാക്കണം. മിഥുന്റെ ജാതകദോഷത്തെക്കുറിച്ച് എന്നോട് പറഞ്ഞിട്ടുണ്ട്. മേഘന പറഞ്ഞെന്ന് ആ കുടുംബത്തിലെ അവസ്ഥ എന്താണെന്ന് എനിക്ക് മനസ്സിലായി. സ്വന്തം ഭർത്താവും കുടുംബവും ചേർന്ന് നിന്നെ അവിടെ നാട്ടി പയിക്കാൻ ശ്രമിക്കുന്നുണ്ടെന്ന് അറിഞ്ഞിട്ടും നീ ഇങ്ങനൊരു സാഹസത്തിന് മുതിരുന്നുണ്ടെന്ന് അറിഞ്ഞതുകൊണ്ട് ഞാൻ കൂടെ നിൽക്കാം. എന്നാലും ആ നുണയ്ക്ക് ശേഷം എന്തൊക്കെ പ്രശ്നങ്ങൾ നേരിടേണ്ടി വരുമെന്ന് ഓർക്കുമ്പോഴാ. അതൊക്കെ ഞാൻ മാനേജ് ചെയ്തോളാം ഡോക്ടർ. ഡോക്ടർ അതൊന്നും ഓർത്ത് പേടിക്കണ്ട. ഒരു കാരണവശാലും ഡോക്ടറുടെ മേലെ പഴി വരാതെ നോക്കിക്കോളാം. പക്ഷെ തൽക്കാലത്തേക്ക് ഡോക്ടർക്ക് മാത്രമേ എന്നെ സഹായിക്കാനാവൂ. എങ്കിൽ പിന്നെ ആയിക്കോട്ടെ. നിസ്വാർത്ഥതയോടെയുള്ള നിന്റെ ഈ പെരുമാറ്റം കാണുമ്പോ പറ്റില്ല എന്ന് പറയാൻ എനിക്കും ആവുന്നില്ല മേഘനെ. തൽക്കാലം ഞാൻ നിന്റെ കൂടെ നിൽക്കാം. വളരെ നന്ദിയുണ്ട് ഡോക്ടർ. ഞാൻ ഇപ്പൊ തന്നെ വരാം. മോളെ മേഘനെ, മോളിവിടെ എന്തെടുക്കുക? ഒന്നുമില്ല അച്ഛാ. ഞങ്ങൾക്കെല്ലാവർക്കും ഇപ്പൊ എന്തുമാത്രം സന്തോഷമായിരുന്നോ? ദൈവം ഉണ്ട് മോളെ. കൃത്യം നീയും ഇതിനും അകലേണ്ട അവസ്ഥ ഉണ്ടായപ്പോ നിങ്ങളുടെ ബന്ധത്തെ രക്ഷിക്കാൻ വേണ്ടിയാ ദൈവം നിങ്ങൾക്ക് ഇങ്ങനെ ഒരു സമ്മാനം തന്നത്. പല സമയത്തും ആ മഹാദേവന്റെ ലീലകളുടെ മഹാത്മ്യം നമുക്കൊന്നും മനസ്സിലാവില്ല. അത് ശരിയാടാ ജയദേവ. മേഘനയും മിഥുനും എന്നും ഒന്നിച്ചു കഴിയണമെന്നും ഈ വീട്ടിലെ മരുമകളായി തുടരണമെന്നും സാക്ഷാൽ ആ മഹാദേവനും ആഗ്രഹിക്കുന്നുണ്ട്. അതുകൊണ്ടല്ലേ തക്ക സമയം നോക്കി തന്നെ ഇങ്ങനെ ഒരു സമ്മാനം കൊടുത്തത്. മോളെ മേഘനെ, ഇനി എന്നേക്കും നീ മാത്രമാ ഈ വീട്ടിലെ മരുമോള്. ഇനി അങ്ങോട്ട് മിഥുന്റെ ജീവിതത്തിലേക്കോ അരുണിമയുടെ മരുമകളുടെ
അതുകൊണ്ട് ഇപ്പൊ എനിക്ക് കിട്ടിയിരിക്കുന്ന സമാധാനവും സന്തോഷവും പറഞ്ഞറിയിക്കാൻ എനിക്ക് വാക്കുകളില്ല. എന്തു പറ്റി മോളെ? നീ എന്താ ഒന്നും മിണ്ടാതെ നിൽക്കുന്നേ? അങ്ങനെയൊന്നുമില്ല അച്ഛാ, ചെറിയൊരു തലകറക്കം ഉള്ളതുപോലെ, അതുകൊണ്ടാ ഞാൻ. ആണോ മോളെ? എന്നാ ശരി, ഈ സമയത്ത് നിനക്ക് ഒത്തിരി വിശ്രമം വേണ്ടി വരും. എന്നാ മോള് കിടന്നു കേട്ടോ. മോളെ ചാരു, ചേച്ചിയുടെ കാര്യങ്ങളെല്ലാം നോക്കിക്കോണേ. ഡോക്ടർ എന്ന ടാബ്ലറ്റ്സ് ഒക്കെ എടുത്തു കൊടുക്കുക, കേട്ടല്ലോ? ആയിക്കോട്ടെ അങ്കിള്. വാ, നമുക്കെല്ലാം പുറത്തേക്ക് പോവാം. മേഘന കുറെ നേരം സമാധാനമായിട്ടൊന്നിരിക്കട്ടെ. എല്ലാരും വാ. അച്ഛൻ എന്റെ ഈ തെറ്റ് പുറത്തു തരണം. മിഥുനേട്ടന്റെ ജീവൻ രക്ഷിക്കാനുള്ള ശ്രമത്തിനിടയിൽ നിങ്ങളുടെ എല്ലാവരോടും എനിക്ക് കള്ളം പറയേണ്ടി വരുന്നു. ഞാൻ ഗർഭിണിയാണെന്ന് അറിഞ്ഞപ്പോ തൊട്ട് നിങ്ങളെല്ലാവരും സന്തോഷിക്കാൻ തുടങ്ങിയതാ. 9 മാസം കഴിയുമ്പോ ഈ വീട്ടിലേക്ക് ഒരു കുഞ്ഞിക്കാല് വരും എന്നുള്ള സന്തോഷത്തിലാണ് നിങ്ങളെല്ലാവരും. പക്ഷെ അതൊന്നും നടക്കാൻ പോകുന്നില്ല. എന്നാൽ അത് തുറന്ന് പറയാനും ആവുന്നില്ല. നിങ്ങളെല്ലാവരും എന്നോട് പൊറുക്കണം. മനഃപൂർവ്വം നിങ്ങളെല്ലാവരെയും ഞാൻ പറ്റിക്കുക. എന്നാലും ഈ ഡിവോഴ്സിൽ നിന്ന് രക്ഷപ്പെടാൻ എനിക്ക് മറ്റൊരു മാർഗവും ഇല്ലായിരുന്നു. എനിക്ക് എന്റെ മിഥുനേട്ടന്റെ ജീവൻ രക്ഷിക്കണം. എന്നോട് എല്ലാവരും ക്ഷമിക്കും. ഷീസ് പ്രഗ്നന്റ്. നിന്നെ മാത്രം സ്നേഹിച്ച് നീ മാത്രമാണ് ലോകമെന്ന് കരുതി നിനക്ക് വേണ്ടി മാത്രം ഇത്രയും കാലമായിട്ട് കാത്തിരിക്കുന്ന എന്നോട് എന്തിനെങ്കിലും ഒരു ചതി കാണിച്ചു? മിഥുൻ, നീ എന്താ ആലോചിക്കുന്നേ? ജനിക്കാൻ പോകുന്ന കുഞ്ഞിന് എന്ത് പേരിടാന്നുള്ള ആലോചനയിലാണോ? അതല്ലെങ്കിൽ ആ കുഞ്ഞിനെ ഏത് സ്കൂളിൽ ജോയിൻ ചെയ്യിക്കണം, അതിനുശേഷം ഏത് കോളേജിൽ അയച്ച് പഠിപ്പിക്കണം എന്നൊക്കെ ആയിരിക്കും അല്ലേ? അത് ഞാനാ മിഥുൻ നിന്നോട് പറയേണ്ടത്. ക്യാൻ യു സ്റ്റോപ്പ് ഓൾ ദിസ് നോൺസെൻസ് എന്നും ക്യാൻ യു സ്റ്റോപ്പ് ഓൾ ദിസ് ഡ്രാമ എന്നും? എന്തിനാണ് മിഥുൻ, എന്തിനാണ് എന്റെ മുന്നിൽ ഇത്രയും നാടകം കളിക്കുന്നേ? മഞ്ജരി, ഞാൻ ഓൾറെഡി പറഞ്ഞതാണ്. കഴിഞ്ഞു പോയ സംഭവങ്ങൾ ഓരോന്നും ഞാൻ ഓർത്തെടുക്കാൻ ശ്രമിച്ചോണ്ടിരിക്കുക. അതിനിടയ്ക്ക് അത് തന്നെ ചോദിച്ചോണ്ട് വന്ന് വെറുതെ നീ എന്റെ ക്ഷമ പരീക്ഷിക്കരുത്. ക്ഷമ കെട്ടു പോകുന്നത് എനിക്കാണ് മിഥുൻ, നിനക്കല്ലെന്ന് ഓർത്തോ. ലോകത്ത് ഒരു കാമുകിയോടും ചെയ്യരുതാത്ത ദ്രോഹം നീ ചെയ്തത്. എന്നിട്ട് നീ എന്നെ വാൺ ചെയ്യാൻ നോക്കുന്നോ? എന്താ മിഥുൻ നിനക്ക് പറ്റിയത്? പറ്റുമെങ്കിൽ നീ എന്നെ ഒന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കും മഞ്ജരി. എന്താ സംഭവിച്ചതെന്ന് ഞാനൊന്ന് നോക്കട്ടെ. അതുവരെയെങ്കിലും നീ ഒന്ന് അടങ്ങി നിൽക്കേ. ഓരോ തവണയും ഞാനാണല്ലോ അടങ്ങി നിൽക്കണ്ടേ? ക്ഷമയും സഹനവും എനിക്ക് മാത്രം പറഞ്ഞിട്ടുള്ളതല്ലേ? എന്നിട്ട് ഒടുവിൽ എല്ലാവരും മുമ്പിൽ തോറ്റ് തൊപ്പിട്ട് നിൽക്കുന്നത് ഞാനാ. എന്റെ ജീവിതം ഇവിടെ തകർന്നടിഞ്ഞോണ്ടിരിക്കുന്നത് അല്ലെന്ന് പറയാൻ പറ്റുമോ? എന്തൊരു വിധിയാ ഇത്. നമ്മുടെ പ്രണയബന്ധത്തെ ഞാൻ കണ്ണടച്ച് വിശ്വസിച്ചിരുന്നതാ. എന്റെ ആ വിശ്വാസം എല്ലാം ഇപ്പോ തകർന്ന് മണ്ണടിഞ്ഞിരിക്കുക. ഇതുവരെ നിന്റെ കാര്യത്തിൽ എനിക്കൊരു ചെറിയ സംശയം പോലും തോന്നിയിട്ടില്ല. പക്ഷെ ഇപ്പൊ എന്റെ മനസ്സിൽ അത് മാത്രമേ ഉള്ളൂ. പറ്റിച്ചു കളഞ്ഞല്ലോ മിഥുൻ നീ എന്നെ. കുറച്ചു നാളും കൂടി കഴിഞ്ഞതൊക്കെ കഴിഞ്ഞു മഞ്ജരി. മേഘന ഇപ്പോ എന്റെ കുഞ്ഞിന്റെ അമ്മയാണ്. ഇത്രയും കാലം ഞങ്ങൾ ഒന്നിച്ച് ജീവിച്ചതല്ലേ? ഇനി അങ്ങോട്ടും ഞങ്ങള് ഇതുപോലെ അങ്ങ് ജീവിച്ചോളാന്ന് നീ എന്നോട് പറയില്ലെന്ന് ആരറിഞ്ഞു? എന്തെങ്കിലുമൊക്കെ പറഞ്ഞു പറ്റിച്ച് ഇനി എന്നെ ഈ വീട്ടിൽ നിന്ന് നീ പുറത്താക്കും. മഞ്ജരി, വാട്ട് നോൺസെൻസ് ആർ യു ടോക്കിംഗ്? ഡിവോഴ്സിന് വേണ്ടിയാണല്ലോ നമ്മൾ കോടതിയിലേക്ക് പോയത്. അവിടെ വെച്ച് മേഘനയ്ക്ക് എങ്ങനെയൊക്കെ ഉണ്ടാവുമെന്ന് ഞാൻ എന്താ സ്വപ്നം കാണണം ഇനി? എന്ന് വെച്ചാ ഞാൻ മഞ്ജരി, ഇത് വല്ലതും കേൾക്കുന്നുണ്ടോ? മിഥുൻ ആകമാനം മാറിപ്പോയിരിക്കും ആന്റി. ഇപ്പൊ ഞാൻ എവിടെ കുറ്റക്കാരി? ഇവനാ മേഘനയ്ക്ക് എന്നെ സപ്പോർട്ട് ചെയ്യുന്നേ. ചെറിയമ്മേ, മഞ്ജരിക്കൊന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാൻ നോക്ക്. അല്ലെങ്കിൽ ഏതു നേരം ചതീന വഞ്ചകനാന്ന് പറഞ്ഞ് എന്റെ പിന്നാലെ നടക്കും. മിഥുന്റെ സ്വഭാവം എന്താന്ന് ഒന്ന് അവക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്ക്. ഞാൻ എന്താ ചെയ്യണ്ടേ മിഥുൻ? മഞ്ജരി, തീ ആളി കത്തുന്നതിനനുസരിച്ച്
കുടത്തിലെ വെള്ളവും ആവിയായി പോയിക്കൊണ്ടിരിക്കും. നിന്റെ ഈ ആവേശം എല്ലായ്പ്പോഴും നല്ലതിനല്ല. അപ്പോ ആന്റി എന്താ പറയാൻ ഉദ്ദേശിക്കുന്നേ? മിഥുൻ തന്നെ ഇപ്പൊ ഒന്നും മനസ്സിലാവാത്ത അവസ്ഥയിലാ. ആകെ ഒരു ഫ്രസ്ട്രേഷനിലാണവൻ. ആ ഫ്രസ്ട്രേഷനില് നീ ആവേശം എന്നീ കനല് കൂടെ കത്തിച്ചിട്ട അവന്റെ ദേഷ്യവും ഫ്രസ്ട്രേഷനും കൂടുകയുള്ളൂ. പിന്നെ എല്ലാം നിന്റെ കൈവിട്ട് പോയെന്നിരിക്കും. പിന്നെ നീ വിചാരിച്ച പോലും അവനോട് അടുക്കാൻ പറ്റിയെന്ന് വരില്ല. നിന്റെ നിയന്ത്രണം നഷ്ടപ്പെടും തോറും നിങ്ങൾ തമ്മിലുള്ള ബന്ധവും നീരാവി പോലെ കാറ്റിൽ കലർന്നില്ലാണ്ടാവും. ആവേശം കൊണ്ട് നിനക്കൊന്നും നേടാൻ പറ്റില്ല മഞ്ജരി. ആലോചിച്ച് പ്രവർത്തിക്കാൻ ശ്രമിക്ക. മേഘന പറഞ്ഞ വാക്കുകളുടെ ആഘാതമൊക്കെ അവിടെ നിൽക്കട്ടെ. പക്ഷെ മിഥുന്റെ മാനസിക സമ്മർദ്ദവും നീ ഒന്ന് കണക്കിലെടുക്കണം. ആന്റി പറയുന്നത് കേൾക്കുമ്പോഴാ ഓരോന്നായി എനിക്കിപ്പോ മനസ്സിലാവുന്നത്. മേഘന പ്രഗ്നന്റ് ആണെന്ന് അവള് തന്നെ പറഞ്ഞിട്ടും അത് ഡോക്ടർ നേരിട്ട് ചെക്ക് ചെയ്ത് കൺഫേം ചെയ്തിട്ടും എന്തൊക്കെയോ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് എനിക്കിതിൽ തോന്നുന്നുണ്ട്. ഇടയ്ക്കുള്ള ഏതോ അധ്യായങ്ങൾ നമ്മളിൽ നിന്ന് മറക്കപ്പെട്ടിട്ടുണ്ട്. അതെന്താണെന്ന് ആദ്യം കണ്ടുപിടിക്കണം. ചേച്ചി ചേച്ചി എന്തേ കാണിക്കുന്നേ? ഇപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ പാടുണ്ടോ? ഈ സമയത്ത് ഒത്തിരിയേറെ ശ്രദ്ധിക്കണ്ടേ ചേച്ചി? പണ്ടത്തെ പോലെ അശ്രദ്ധയൊന്നും ഇനി ശരിയാവില്ല. അതിന് മാത്രം ഇപ്പൊ എന്താ ഉണ്ടായത്? ഒരു ഗർഭിണി ചെയ്യേണ്ട കാര്യങ്ങളാണോ ചേച്ചി ചെയ്യുന്നത്? എല്ലാം ഞാൻ നോക്കിക്കോളാം. ചേച്ചി ചെന്ന് റൂമിലിരിക്കെ. സാരല്ല ചാരു. ചേച്ചി വിട്. മോളെ മേഘനെ, സാരമില്ല ഒന്നുമില്ല എന്നൊക്കെ പറയാനേ നീ ഇപ്പൊ ഒറ്റ ഒരാളല്ല. ഇപ്പൊ നിന്റെ വയറിനുള്ളിൽ ഈ വീടിന്റെ അനന്തരാവകാശി ഉണ്ടെന്ന് ഓർക്കണം. എന്റെ പേരക്കുട്ടിക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്ന ഒന്നും ഞാൻ സമ്മതിക്കില്ല. അതിനെ നീ പൊന്നുപോലെ നോക്കിക്കോണം. എങ്കിലേ ആരോഗ്യമുള്ള ഒരു കുഞ്ഞിനെ കിട്ടൂ. പറഞ്ഞത് മനസ്സിലായോ? എടത്തമ്മേ, ഞാനും വലിയച്ഛനും കൂടി വരുന്ന വഴിക്ക് കുറച്ച് ഫ്രൂട്ട്സും ഡ്രൈ ഫ്രൂട്ട്സും ഒക്കെ മേടിച്ചിട്ടുണ്ട്. ഈ സമയത്ത് ഫ്രൂട്ട്സ് തിന്നുന്നൊക്കെ നല്ലതാ. കൊച്ചിന് നല്ല നിറം വയ്ക്കുന്ന പറയാറ്. ഈ ഡ്രൈ ഫ്രൂട്ട്സ് കഴിച്ച ഏട്ടത്തിക്ക് നല്ല ആരോഗ്യം ഉണ്ടാവും. സോ ഇത് ഇടയ്ക്കിടയ്ക്ക് ഞങ്ങൾ ഇങ്ങനെ കൊണ്ടുവന്നുകൊണ്ടിരിക്കും. ഏട്ടത്തി അത് മുഴുവൻ കഴിക്കുകയും വേണം. മനസ്സിലായല്ലോ? എന്താ ഏട്ടത്തി, ഞങ്ങൾ എത്ര സന്തോഷത്തോടെ ഇതൊക്കെ കൊണ്ടുവന്ന്, പക്ഷെ ഏട്ടത്തിക്ക് ഒരു ഭാവമാറ്റമില്ലല്ലോ. ഏട്ടത്തിക്ക് ജനിക്കാൻ പോകുന്ന കുഞ്ഞിനു വേണ്ടി ഞങ്ങളെല്ലാരും ഇപ്പൊ തന്നെ എക്സൈറ്റഡ് ആയിട്ട് വെയിറ്റ് ചെയ്യണം, അറിയോ? പക്ഷെ ഏട്ടത്തി വളരെ കാഷ്വൽ ആയിട്ടാണല്ലോ എല്ലാം എടുക്കുന്നത്. എല്ലാവരും എന്നോട് പൊറുക്ക്. ഞാൻ ഗർഭിണിയാണെന്നല്ലേ നിങ്ങളൊക്കെ വിചാരിച്ചിരിക്കുന്നത്. അതുകൊണ്ടല്ലേ എല്ലാവരും എന്നെ പുന്നാരിക്കുന്ന, ഇത്രയേറെ സ്നേഹവും കരുതലും എല്ലാം തരുന്നത്. പക്ഷെ എന്റെ വയറ്റിൽ ഒരു ജീവനും തുടിക്കുന്നില്ല. അത് തുറന്നു പറയാനും കഴിയുന്നില്ല എന്ന് കരുതി നിങ്ങളുടെ സ്നേഹത്തിനും കരുതലിനും മുന്നിൽ അത് കൊളിപ്പിക്കാനും വല്ലാത്ത പ്രയാസാവുന്നു. തുടങ്ങി വെച്ച ഈ കളക്കളിയുടെ പേരിൽ എല്ലാവരും എന്നോട് ക്ഷമിക്കണം. ഇന്നേട്ടത്തിമേ ഇത് വാങ്ങിച്ചേ. പിടിക്കേട്ടത്തിമേ, വാങ്ങിക്കേ. പ്രയാസമുള്ളതൊന്നും ചെയ്യിക്കരുതെന്ന് പറഞ്ഞിട്ട് ഇത്രയും ഭാരം അവളുടെ കയ്യിൽ വെച്ചു കൊടുത്ത എങ്ങനെയാ? ഈ സമയത്ത് മേഘന ഒരുപാട് ശ്രദ്ധിക്കണം. ശരിക്കും പറഞ്ഞാൽ അവൾക്ക് ചുറ്റുമുള്ള നമ്മളാ കൂടുതൽ അവളെ ശ്രദ്ധിക്കേണ്ടത്. അതൊന്നും ആർക്കും മനസ്സിലാവാത്ത എന്താ? സോറി വല്യേട്ടാ, എനിക്കും ഇക്കാര്യത്തിൽ വലിയ എക്സ്പീരിയൻസ് ഒന്നും ഇല്ലല്ലോ വല്യേട്ടാ. വലിയ വാചകം അടിക്കാൻ പറ്റുമെങ്കിലും അത് പ്രാവർത്തികമാക്കുമ്പോ കണ്ടില്ലേ, സകല വിഡിത്തവും ഞാൻ തന്നെ ഒപ്പിച്ചു വയ്ക്കും. ഐ നോ യു ആർ സ്റ്റുപ്പിഡ്. മേഘനെ, നീ എൻ്റെ കൂടെ വന്നേ. വാ. ഇത്രയും കാലം സ്വന്തം കാര്യങ്ങളെക്കുറിച്ച് പോലും ചിന്തിക്കാതെ മറ്റുള്ളവർക്ക് വേണ്ടുന്നല്ല എത്തിച്ചു കൊടുത്തവളാ.
ഏതു നേരവും അതിനെക്കുറിച്ചായിരുന്നു ചിന്ത. ഇപ്പൊ നീ മറ്റെല്ലാരെക്കാളും നിന്റെ ആരോഗ്യത്തെയാണ് കൂടുതൽ ശ്രദ്ധിക്കേണ്ടത്. കാരണം എന്താന്ന് വെച്ചാ നീ ഇപ്പോ ഒരാളല്ല, 2 പേരാ. നീ നിന്റെ കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ മാത്രമേ നിന്റെ വയറ്റിൽ വളരുന്ന കുഞ്ഞ് യാതൊരു പ്രശ്നമില്ലാതെ പുറത്തേക്ക് വരൂ. നീ കെയർലെസ് ആവുകയാണെങ്കിൽ അത് ആ കുഞ്ഞിന് ഒരിക്കലും നല്ലതിനാവില്ല. മനസ്സിലായോ നിനക്ക്? പറഞ്ഞത് കേട്ടില്ലേ മേഘനെ? കഴിക്ക്. മിഥുനുണ്ടല്ലോ ഇവിടെ, നമുക്ക് പോയേക്കാമോ? അവരെല്ലാം പറഞ്ഞ പോലെ ഭാരമുള്ളതൊന്നും ചെയ്യാൻ നിൽക്കണ്ട. എന്തെങ്കിലും ഉണ്ടെങ്കിൽ എന്നോട് പറഞ്ഞാൽ മതി. അതല്ലെങ്കിൽ ഇവിടെയുള്ള ആരെങ്കിലും വിളിച്ചാൽ മതി. ഇനി നിന്നെ സഹായിക്കാനായിട്ട് ഇവിടെ എല്ലാവരും കൂടി ഉണ്ടാവും. അതുപോലെ നിന്റെ ഭാരവും വേദനയൊക്കെ നിന്റെ വയറ്റിൽ കിടക്കുന്ന കുഞ്ഞുമായിട്ട് പങ്കുവെക്കരുതേ. അണ്ടർസ്റ്റാൻഡ്? അതെപ്പോഴും മനസ്സിലുണ്ടാവണം. എന്നോട് ക്ഷമിക്കും ഇതിനേട്ടാ. എനിക്ക് വേറെ വഴിയൊന്നുമില്ല എന്നിട്ടാ. അരുണിമേ, നീ എന്തോ വലിയ ആലോചനയിലാണെന്ന് തോന്നുന്നു. മിഥുന്റെ ഭാവിയെക്കുറിച്ച് ആലോചിച്ചതാ, നമ്മുടെ അവസ്ഥയെക്കുറിച്ച് ചിന്തിച്ചതാ. മിഥുന്റെ ഭാവിക്ക് അതിനിപ്പോ എന്ത് പറ്റി അരുണിമേ? ജനിക്കാൻ പോകുന്ന കുഞ്ഞിനെ ഓർത്തുള്ള സന്തോഷത്തിലല്ലേ അവൻ. പിന്നെ ഈ വീട്ടിലെ കാര്യങ്ങളാണെങ്കിൽ കുടുംബത്തിന്റെ അനന്തരാവകാശിയെ സ്വീകരിക്കാൻ ഒരു ഉത്സവപ്പറമ്പ് പോലല്ലേ ഈ വീട് ഇപ്പോൾ ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നത്. അത് ആഘോഷിക്കേണ്ട സമയമായപ്പോ ഇപ്പോഴും എന്തോ പ്രശ്നമുള്ള പോലെ നീ എന്തിനെല്ലാം വെറുതെ കാട് കയറി ചിന്തിക്കുന്നത്? എല്ലാം അറിയാമെങ്കിലും ഒന്നും അറിയാത്ത പോലുള്ള നിങ്ങളുടെ ഈ സംസാരം ഉണ്ടല്ലോ, ഇത് കേൾക്കുമ്പോൾ ഞാൻ എന്താ പറയണ്ടേ? ഇത് നിങ്ങളുടെ മണ്ടത്തരാണോ അതോ എന്നെ മണ്ടിയാക്കാനുള്ള നിങ്ങളുടെ ശ്രമമാണോ എന്ന് എനിക്ക് അറിയുന്നില്ല. നിക്ക്, ഇപ്പൊ എന്താ നിന്റെ പ്രശ്നം? മേഘനയുടെയും മിഥുന്റെയും ഡിവോഴ്സ് കഴിഞ്ഞിരുന്നെങ്കിൽ പിന്നീട് അവളുമായിട്ടുള്ള നമ്മുടെ എല്ലാ ബന്ധങ്ങളും മുറിഞ്ഞു പോയിക്കോളൂന്നും മിഥുനെ വേട്ടയാടുന്ന ആപത്തുകളിൽ നിന്ന് അവന് മോചനം കിട്ടുമെന്ന് വിചാരിച്ചു. അതെല്ലാം ഇപ്പൊ അവതാളത്തിലായില്ലേ? അതിന്റെ കൂടെ ഇപ്പോ മേഘനയും മിഥുനും തമ്മിലുള്ള ബന്ധം കൂടുതൽ ദൃഢമായിക്കൊണ്ടിരിക്കുകയല്ലേ? അകറ്റാൻ വേണ്ടി നമ്മൾ പാടുപെടുന്തോറും അവരുടെ വിധി അവരെ കൂടുതൽ അടുപ്പിക്കാനാണ് ശ്രമിക്കുന്നത് ജയേട്ടാ. അതോർക്കുമ്പോഴാ എനിക്ക് എന്റെ ഉറക്കം പോലും നഷ്ടപ്പെടുന്നത്. നിന്റെ ഈ ചിന്തകളൊക്കെ വെറുതെയാണ് അരുണിമേ. ഇത് നിന്നോട് ഞാൻ പലവട്ടം പറഞ്ഞിട്ടുള്ളതുമാ. നീ അത് കേക്കില്ലെന്ന് വെച്ചാ പിന്നെന്താ ചെയ്യാ? ദേവി, ഇത് നീ എന്നെ കുറച്ച് നാൾ അനുസരിക്ക്. എല്ലാ പ്രശ്നങ്ങൾക്കും ഒരു പരിഹാരം ഉണ്ടാവും. തൽക്കാലം നമുക്ക് നല്ലതിനെ കുറിച്ച് മാത്രം ചിന്തിക്കാം. നമ്മൾ രണ്ടുപേരും അപ്പൂപ്പനും അമ്മൂമ്മയാകാൻ പോവാ. ആ സന്തോഷം ആഘോഷിക്കാൻ എന്താ വഴിന്ന് ചിന്തിക്ക്. പകരം നീ സകലതും നഷ്ടപ്പെട്ടതുപോലെ നിരാശപ്പെട്ടിരിക്കേണ്ട കാര്യം എന്താ? അറിയില്ലേട്ടാ, അനന്തരാവകാശിയെക്കുറിച്ച് ഓർക്കുമ്പോഴുള്ള സന്തോഷത്തെക്കാൾ എന്റെ മോന്റെ ജീവൻ രക്ഷിക്കുന്നത് എങ്ങനെയാണെന്ന് ഓർത്ത് പേടി എനിക്ക്. പേരക്കുട്ടിയെ സ്വീകരിക്കാൻ തൊട്ടിലും കെട്ടി കാത്തിരിക്കേണ്ടതിന് പകരം എന്റെ മോനുള്ള ശവമം ചൊരുങ്ങുമെന്നുള്ള പേടി എന്നെ ഇപ്പൊ വല്ലാതെ അലട്ടിക്കൊണ്ടിരിക്കുന്നത്.